ഒറ്റ മണിക്കൂറിൽ സംഭവിച്ചത് വമ്പൻ ട്വിസ്റ്റാണ്. മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയും ഇല്ലാതിരിക്കുമ്പോൾ സ്വന്തം സഖ്യകക്ഷിയായ BDJS വരെ BJPയെ കൈയൊഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വടക്കേ ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന കലാപരിപാടിയുമായി ഇങ്ങ് കേരളത്തിലേക്ക് എത്തി, നിലമ്പൂരിലേക്ക് എത്തി. ചാക്കിട്ടുപിടുത്തത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിനായിട്ടായിരുന്നു MT രമേശിനെ കളത്തിലിറക്കിയത്. ഇവിടെ ഒറ്റ മണിക്കൂറിൽ സംഭവിച്ചത് വമ്പൻ ട്വിസ്റ്റാകുമ്പോൾ താരമാകുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസിലെ കരുത്തുറ്റ നേതാവായ അഡ്വക്കേറ്റ് ബീന ജോസഫിനെ കോൺഗ്രസിൽ നിന്ന് ചാടിച്ച് വമ്പൻ ഓഫർ നൽകി BJP സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ പൂട്ടാനായിരുന്നു BJP പ്ലാനിട്ടത്. എങ്കിൽ അവിടം വെച്ച് രാജീവ് ചന്ദ്രശേഖരെ തീർക്കുകയായിരുന്നു സതീശൻ. ശേഷമുള്ള വീഡിയോ ഒന്ന് കാണാം. നോക്കൂ, അത് നമ്മുടെ വക്കീൽ ഓഫീസിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം. ഞാൻ അതിനകത്ത് ഒരിക്കലും അതൊരു സീക്രസി നമ്മൾ പാലിക്കണം, ഞാൻ പ്രൊഫഷണലി നമ്മൾ പാലിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്താ സംശയിക്കുന്നേ? ഞാൻ മാറിയിട്ടില്ലല്ലോ. ഓഫർ വന്നിരുന്നു. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി അവിടെ തന്നെ ആഗ്രഹിച്ചോണ്ടല്ലേ വരിക. അത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണോ ആഗ്രഹിച്ചിരുന്നത്? അല്ലാതെ പിന്നെ ഈ ഒരു ചർച്ചയ്ക്ക് പിന്നെ ഇനി അങ്ങനെ ഒരു പിന്നീടൊരു തുടർച്ചയായിട്ട് ചർച്ച എന്തെങ്കിലും നടന്നോ? അതിന് ശേഷം എന്തെങ്കിലും അവർ കോൺടാക്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ BJP നേതാക്കൾ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഇനി അവർ ഗോദയിലേക്ക് ഇറങ്ങാൻ പോവാണ്. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനോട് ചില ദൗത്യങ്ങൾ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അതുമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയാണ് കാര്യത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് ജയിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. അതും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങാൻ MT രമേശിന്റെ ഭാര്യ ഇവര് സഹപ്രവർത്തകരാണ്, വക്കീലന്മാരാണ്. ആ ബന്ധമല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അദ്ദേഹം ക്ഷണിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഞാൻ എന്താ പറഞ്ഞ, ഞാൻ വീണ്ടും പറയുന്നു, ആസ് ആൻ അഡ്വക്കേറ്റ് നമുക്ക് നമ്മുടെ ഓഫീസിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്കത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് ചെയ്യാൻ ശരിയല്ല. ഞാൻ പ്രൊഫഷനകത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, ഞാനൊരു വെറും വക്കീല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല, 27 വർഷമായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കാൻ, കൂടെ ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു. ഈ വിഷയം ചർച്ചയായോ? വിവാദം ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ? ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത്രേ ഉള്ളൂ. അല്ലല്ലോ, അല്ല, ഇനി ഞാൻ ചോദിച്ചത് ഇപ്പൊ ആരൊക്കെയാണ് ഇറങ്ങി നമ്മൾ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബയോഗങ്ങളും കാര്യങ്ങളൊക്കെ വരണമല്ലോ. വരുന്ന സമയത്തല്ലേ ഇറങ്ങുക. പ്രവർത്തനങ്ങളുണ്ടല്ലോ വിസിബിൾ ആയിട്ട്. ബീനയെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കഥ പറയണ്ട. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.